ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ OTT അപ്ഡേറ്റ്സിലേക്ക് കടന്നാലോ. ഈ വീക്കിൽ OTT അപ്ഡേറ്റ്സ് ആദ്യം പറയേണ്ടത് 9-ാം തീയതി മെയ് 9-ന് ആവേശം എന്ന് പറഞ്ഞ മൂവി ആമസോൺ പ്രൈം വഴി സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലിൻ്റെ മൂവി ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ആമസോൺ പ്രൈമിൽ പോയാൽ കാണാം. അതേമാതിരി തന്നെ ഈ വീഡിയോൻ്റെ എൻഡ് വരെ കാണുക. എന്തുകൊണ്ടാണ് ആടുജീവിതത്തിൻ്റെ റിലീസ് വൈകുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ എൻഡ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ആവേശം ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. കാണാത്തവർ പോയിട്ട് വേഗം കാണാം. അടുത്തത് ആഹാ തമിഴിൽ വന്നിരിക്കുന്നതാണ് ദ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി. മാർച്ചിൽ റിലീസ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. ആ മൂവി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സംഭവം മെയ് 7-ാം തീയതി മുതൽ ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. നോക്കി നോക്കാൻ എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ദ ബോയ്സ് എന്ന് പറഞ്ഞ തമിഴ് പടം ആഹാ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാത്തവർ പോയി കാണുക. കണ്ടവർ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത പടം തമിഴിൽ നിന്ന് തന്നെയാണ്. ആഹാ തമിഴിൽ തന്നെയാണ് അതും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയ് 10th മുതലാണ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മൂവിയുടെ പേര് റോമിയോ എന്നാണ്. നമ്മുടെ വിജയ് ആൻ്റണി ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന മൂവിയാണ്. കണ്ടു നോക്കുക. ഈ മൂവി ഞാൻ കണ്ടിട്ടില്ല. സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് മെയ് 10-ാം തീയതി മുതലാണ് റോമിയോ. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം ഈ പറഞ്ഞ മാതിരി തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ആഹാ തമിഴിൽ 2 മൂവി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തതാണ് റോമിയോ. അടുത്തൊരു സീരീസാണ് മേർഡർ ഇൻ മാഹിം എന്ന് പറഞ്ഞൊരു ത്രില്ലർ സീരീസ് ജിയോ സിനിമയിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതെനിക്ക് കാണണം എന്നുള്ളൊരു സീരീസാണ്. എന്തായാലും ഒരു ത്രില്ലർ സീരീസാണല്ലോ. ജിയോ സിനിമ ഇപ്പോൾ 29 രൂപയ്ക്ക് പ്രീമിയം ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയണത്. പിന്നെ അത് 89 എന്നും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കണക്കൊക്കെ നിങ്ങൾ തന്നെ നോക്കി അറിയണം. എന്തായാലും മേർഡർ ഇൻ മാഹിം മെയ് 10th മുതൽ ജിയോ സിനിമയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇതൊരു ഹിന്ദി വെബ് സീരീസാണ്. പോയി കണ്ടു നോക്കുക. കുറച്ച് നല്ല ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടു. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സീരീസ് എന്തായാലും ഞാൻ കാണുന്നുണ്ടായിരിക്കും. നോക്കട്ടെ. പറ്റിച്ചാൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്തതൊരു സ്പെഷ്യൽ അപ്ഡേറ്റ് ആണ്. ഗോഡ്സില്ല ആൻഡ് കോങ് ദ ന്യൂ എംപയർ മെയ് 13-ാം തീയതി മുതൽ ബുക്ക് മൈ ഷോ സ്ട്രീം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഈ ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നമ്മുടെ തിയേറ്റർ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പ് ഉണ്ടല്ലോ, അതിൽ ബുക്ക് മൈ ഷോ സ്ട്രീം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ആമസോൺ പ്രൈമിൽ നമ്മൾ റെൻ്റൊക്കെ എടുക്കുന്ന മാതിരി തന്നെ അവർ ബുക്ക് മൈ ഷോ സ്ട്രീം വഴി ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ ഗോഡ്സില്ല കോങ് ഫാൻസൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മുമ്പേ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മെയ് 13-ാം തീയതി മുതൽ അത് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ഒരു മൂവി തന്നെയാണ്. ഗോഡ്സില്ല സീരീസിലെ നല്ലൊരു മൂവി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതോടുകൂടി ഈ ആഴ്ചത്തെ OTT അപ്ഡേറ്റ്സ് എൻ്റെ ആയിരിക്കുകയാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ സ്വന്തം ആടുജീവിതത്തിനെ പറ്റിയാണ്. ആടുജീവിതത്തിൻ്റെ OTT 10-ാം തീയതി OTTയിലെത്തും എന്ന് പലരും പറഞ്ഞതാണ് ഡിസ്നി വഴി. പക്ഷേ ഇതുവരെ ഒരു അപ്ഡേറ്റും ഇല്ല. ഒഫീഷ്യൽ ടീമിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് ഇനിയും അവർ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. മേ ബി അതിനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന OTT മൂവീസ് എല്ലാം നല്ല പീക്കിൽ റണ്ണായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മൂവി കൊണ്ടുവന്ന് ഇടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതാണ് ആ ടീമിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അപ്പോൾ ഈ ആഴ്ചത്തെ OTT അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച നെക്സ്റ്റ് വീക്കിലെ OTT അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നവരെ ബൈ. അടുത്ത വീഡിയോ മാക്സിമം ഒരു മൂവി റിവ്യൂ ആവാനാണ് സാധ്യത. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.